ഈ കഴിഞ്ഞ മാർച്ചിൽ ഒരു ഫൈനലിസ്മ നടക്കേണ്ടതായിരുന്നു. പക്ഷേ ചില കാരണങ്ങൾ ആ ഫൈനലിസ്മ മാറ്റിവെക്കേണ്ടി വന്നു. സ്പെയിനും ഒപ്പം ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനയും തമ്മിൽ ഇന്നിതാ ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടത്തിൽ ഒരു ഗ്രാൻഡ് ഫൈനലിസ്മയാണ്. അർജന്റീന സ്പെയിനെ നേരിടാൻ പോകുന്നു. ഇന്ത്യൻ സമയം ഞായറാഴ്ച രാത്രി 12:30. എന്തായിരിക്കും ഫുട്ബോൾ ലോകത്ത് കാത്തിരിക്കുന്നത്? സ്പെയിൻ രണ്ടാമത്തെ കിരീട നേട്ടത്തിലേക്ക് എത്തുമോ, അതോ 2 ലോക കിരീടങ്ങൾ നേടുന്ന ആദ്യ ക്യാപ്റ്റൻ എന്ന ഖ്യാതിയിലേക്ക് ലയണൽ മെസ്സി എത്തും? നോക്കാം വിശദമായി. സ്വാഗതം ഫുട്ഗോളത്തിൽ. അങ്ങനെ ഈ ലോകകപ്പിൽ അർജന്റീന സ്പെയിൻ ഫൈനലാണ്. യൂറോപ്യൻ ലാറ്റിൻ അമേരിക്കൻ പോരാട്ടം. 1-2 ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ് അർജന്റീന ഫൈനലിൽ എത്തിയത്. അവസാന 8 മിനിറ്റുകളിലായിരുന്നു ആ 2 ഗോളുകളും എന്നുള്ളതാണ് അർജന്റീനയുടെ അസാമാന്യ തിരിച്ചുവരവിന്റെ വൈഭവം ഒരിക്കൽ കൂടി അനുഭവിക്കാൻ ഇട നൽകിയത്. ഇന്നാണ് അർജന്റീനയായത്. കടുപ്പം കൂടിയ എതിരാളിയെ കിട്ടിയാൽ തങ്ങൾ കടുകട്ടിയാകുമെന്ന് ബോധ്യപ്പെടുത്തിയ പ്രകടനം. ലോക ചാമ്പ്യന്മാരുടെ മികവ് കളത്തിൽ കണ്ട ദിനം. ഹാരി കെയ്നും ജൂഡ് ബെല്ലിംഗ്ഹാമും കളത്തിലുണ്ടോ എന്ന് സംശയിക്കും വിധത്തിൽ മത്സരം നിയന്ത്രിച്ചു ആൽബി സെലസ്റ്റെ. ചില്ലറ പരുക്കൻ അടവുകളല്ലാതെ ആദ്യ പകുതിയിൽ കളി കുറവായിരുന്നു. രണ്ടാം പകുതിയിൽ സീൻ മാറി. 55-ാം മിനിറ്റിൽ ഗോർഡൻ ഇംഗ്ലണ്ടിന് വേണ്ടി സ്കോർ ചെയ്തതോടെ അതുവരെ ആർത്തലച്ച അർജന്റീന ആരാധകർ നിശബ്ദരായി. പിന്നീടാണ് മെസ്സിയും സംഘവും തനിസ്വരൂപം പുറത്തെടുത്തത്. ഒറ്റ ഗോൾ ലീഡിൽ പ്രതിരോധത്തിലേക്ക് വലിഞ്ഞത് ഇംഗ്ലണ്ട് കാട്ടിയ മണ്ടത്തരം. ഒന്നിനു പിറകെ ഒന്നായി ഇംഗ്ലീഷ് ബോക്സിലേക്ക് പന്തുകൾ പാഞ്ഞെത്തിക്കൊണ്ടേയിരുന്നു. വിങ്ങിൽ നിന്ന് ഗോളുകളുടെ ഹോൾസെയിൽ സപ്ലയറെ പോലെ മെസ്സിയുടെ പടയോട്ടം. നോക്കൌട്ട് പോരാട്ടങ്ങളിൽ കണ്ടതിന് സമാനമായിരുന്നു ഇത്തവണയും. 85-ാം മിനിറ്റിൽ സമനില ഗോൾ. മെസ്സിയുടെ അസിസ്റ്റിൽ എൻസോയുടെ അതിഗംഭീര ഫിനിഷിംഗ്. നിർത്തിയില്ല അവിടെ. ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു. ഇഞ്ചുറി ടൈമിൽ ലൗതാരോ മാർട്ടിനസ് മെസ്സിയുടെ ക്രോസിനെ ഹെഡർ ഗോളാക്കി മാറ്റി. തോൽവി സമ്മതിക്കുകയല്ലാതെ മറ്റൊരു പോംവഴി ഉണ്ടായിരുന്നില്ല ഇംഗ്ലണ്ടിന്. അങ്ങനെ തുടർച്ചയായ 2ാം ലോക ഫൈനലിലേക്ക് മെസ്സിയും സംഘവും ഇരമ്പിയെത്തി. ലോകകപ്പിനും അർജന്റീനയ്ക്കുമിടയിൽ ഇനി സ്പെയിൻ എന്ന കടമ്പ മാത്രം. വെൽക്കം ഡെസ്ക്, ന്യൂസ് 18. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്ന്റെ പ്രതികരണം അത് ശ്രദ്ധേയമായിരുന്നു. നിരാശയുടെ പടുകുഴിയിലാണ് ആ ടീം എന്നാണ് ഹാരി കെയ്ൻ പറയുന്നത്. 10 മിനിറ്റിൽ താഴെ മാത്രം ബാക്കി നിൽക്കുക ഇങ്ങനൊരു വിജയം അത് അർജന്റീന നേടിയതിൽ ആകെ നിരാശയുണ്ട് ഇംഗ്ലീഷ് ടീമിന്. ലയണൽ മെസ്സിയെ നിയന്ത്രിക്കാൻ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞു. പക്ഷേ പിന്നീട് അദ്ദേഹം പ്രകടമാക്കിയ മികവ് ആശ്ചര്യപ്പെടുത്തിയെന്നും ഹാരി കെയ്ൻ. Yeah, I felt like for large parts of the game we dealt with him really well. But as always with the most dangerous players in the world, when they have the ball in the final third, they can create something, and he done that again today. He's obviously one of the best players ever for a reason, and like I said, it was disappointing to kind of give up the space that we did, and in those final 20 minutes it allowed not just him but the other players, the other ball players to grow into the game and feel more confident and get balls into dangerous areas, and in the end it was too much for us to stop. മുൻ താരവും പരിശീലകരുമായിട്ട് ബിനീഷ് കിരൺ, ഫുട്ബോൾ കമന്റേറ്ററും അനലിസ്റ്റുമായിട്ടുള്ള ജോസഫ് ജോർജ് എന്നിവരാണ് ഇന്ന് ഫുട്ബോളത്തിൽ തത്സമയം ചേരുന്നത്. രണ്ടുപേർക്കും സ്വാഗതം. ബിനീഷ്, ഈ അർജന്റീന നായകൻ ലയണൽ മെസ്സിയെ ആദ്യമൊക്കെ പെനാൾട്ടി ബോക്സിൽ കൃത്യമായി അകറ്റി നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ് ഇംഗ്ലണ്ടിന്. പക്ഷേ ഈ താഴേക്കിറങ്ങുന്ന മെസ്സി എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കാൻ പോകാത്തിടത്തല്ലേ ഇംഗ്ലണ്ട് തോൽവി ഏറ്റുവാങ്ങിയത്? എന്തായാലും ആദ്യം തന്നെ കേരളത്തിലുള്ള എല്ലാ മെസ്സി അർജന്റീനിയൻ ഫാൻസിനും അഭിനന്ദനങ്ങൾ. ജീവിതത്തിന്റെ ഏറ്റവും നല്ല സുന്ദര മുഹൂർത്തത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. കാരണം വാട്ട് എ കംബാക്ക്. കഴിഞ്ഞ 2 മത്സരങ്ങളൊക്കെ നോക്കുക, അവര് ജീവിതത്തിലെ സ്വപ്ന തുല്യമായ കംബാക്കും അവരുടെ ഇഷ്ട ടീം ജയിച്ചു വരുന്നു. സോ ആ ജയിച്ചു വരുമ്പോഴും എല്ലാ സാഹചര്യങ്ങളും അർജന്റീനയ്ക്ക് അനുകൂലമായി വരുന്നു. ചിലപ്പോൾ എതിർ ടീമിന്റെ പരിശീലകൻ വരെ അതിന് സഹായിയായി വരുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം 72-ാമത്തെ മിനിറ്റിലാണ് ആദ്യ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് വരുന്നത്. അത് ഗോൾ സ്കോററായ ഗോർഡനെ പിൻവലിക്കുന്നു, ഒരു ഡിഫൻഡറിനെ കളത്തിൽ ഇറക്കുന്നു, കോൺസെ കളത്തിലേക്ക് ഉണ്ടായിരുന്നു, ഓവർ ഡിഫെൻസീവിലേക്ക് പോകുന്നു അർജന്റീന. അതായിരുന്നു തുടക്കം.
ഓവർ ഡിഫെൻസീവിലേക്ക് പോകുന്നു ഇംഗ്ലണ്ട്. അതാണ് ഇംഗ്ലണ്ടിന്റെ പരാജയത്തിന്റെ തുടക്കം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 72-ാം മിനിറ്റിലെ സബ്സ്റ്റിറ്റ്യൂഷനിൽ തുടങ്ങുന്നു ഇംഗ്ലണ്ടിന്റെ പരാജയത്തിന്റെ തുടക്കം. സോ അവിടെയാണ് കളി പിന്നീട് ഡിഫൻസീവില് 3 സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുന്നു. ആ 3 സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുന്നത് തന്നെ അർജന്റീനയെ വിങ്ങിലേക്ക് പറഞ്ഞു വിടാനാണ്. അവിടുന്ന് ക്രോസ് വരുമ്പോൾ അതിനെ മീറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ്. അത് പ്ലാൻ പ്രകാരം തന്നെ അർജന്റീന വിങ്ങിലേക്ക് പോകുന്നു, ക്രോസ് വരുന്നു, പക്ഷെ ഒന്നും തടയാൻ സാധിക്കുന്നില്ല. സോ അവിടെയാണ് മെസ്സി ഗോൾ കണ്ടെത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മെസ്സി ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആയിട്ട് ഡ്രിബിൾ ചെയ്ത് അകത്തേക്ക് പോയി അസിസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ മെസ്സിയുടെ വലങ്കാൽ ക്രോസുകളിലൂടെ ഗോൾ കണ്ടെത്തുന്ന മെസ്സിയൊക്കെ വളരെ അപൂർവമായിട്ട് നമ്മൾ കാണാൻ സാധിക്കാറുള്ളൂ. അതും സംഭവിച്ച് കണ്ടു എന്നുള്ളതാണ്. സോ ബ്രില്യൻറ്റ് കംബാക്ക്, ബ്രില്യൻറ്റ് ഫിനിഷാണ് അർജന്റീന നടത്തിയത്. അതിന് സഹായകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശീലകന്റെ ഭാഗത്തുനിന്ന്, ഇംഗ്ലണ്ട് പരിശീലകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് മാത്രം പറയേണ്ടി വരും. അതെ, ഈ നീല ജേഴ്സിയിൽ ഇറങ്ങുന്ന അർജന്റീനയെ ഏതാണ്ട് പരിഹസിക്കുന്ന മട്ടിൽ തോമസ് ടുഹേൽ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് അന്ധവിശ്വാസം അത് അഭിനന്ദിക്കുന്നു എന്നാണ്. എന്തായാലും ആ അന്ധവിശ്വാസം, ഈ അർജന്റീനയുടെ മറ്റൊരു അന്ധവിശ്വാസമാണല്ലോ കബാല. അപ്പോൾ ജോസഫ്, ഈ നീല ജേഴ്സിക്കും അപ്പുറത്ത് അർജന്റീനയുടെ മികവ് എടുത്തു പറയണം. പ്രത്യേകിച്ചും മെസ്സിയെ മാത്രം കേന്ദ്രീകരിച്ചല്ലായിരുന്നു, കുറച്ചുകൂടി ഒരു ടീം ഗെയിമെ അർജന്റീന മാറി എന്നുള്ളതാണ് സന്തോഷകരം. അർജന്റീനയ്ക്ക് ഇൻഡിവിജ്വൽ മികവിനൊപ്പം തന്നെ ടീം മികവ് കൂടി ഈ കഴിഞ്ഞ മത്സരത്തിലുണ്ടായിരുന്നു. അർജന്റീനയായത് ഇന്നായിരുന്നു എന്ന് തോന്നിപ്പോയി. അപ്പോൾ മറുവശത്താവട്ടെ ഈ ഓവർ ഡിഫൻസിലേക്ക് പോയി എന്നുള്ളത് ശരി തന്നെ. പക്ഷേ എങ്കിൽ പോലും ഈ ഇംഗ്ലണ്ടിനെ അല്ലല്ലോ നമ്മൾ കണ്ടത് ഈ ലോകകപ്പിൽ ഉടനീളം. ഇതേ ശൈലി അമിത പ്രതിരോധം അവർ മെക്സിക്കോയ്ക്കെതിരെയും നോർവേക്കെതിരെയും ലീഡ് എടുത്തതിന് ശേഷം അവർ പരീക്ഷിച്ചു. അപ്പൊ അതിന്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ഇന്നും ഇംഗ്ലണ്ട് ഇത് വിജയിപ്പിക്കാം എന്നുള്ള രീതിയിൽ ഇറങ്ങിയത്. അവസാന മിനിറ്റുകളിൽ ഡിഫൻസീവ് സബ് ഇറക്കി കളി ഷീൽഡ് ഔട്ട് ചെയ്യാം. നല്ല ഉയരക്കാരായ പ്രതിരോധക്കാരും വേഗതയുള്ള വിങ് ബാക്കുമാരും എല്ലാം കൂടെ വന്നിട്ട് മൊത്തത്തിൽ അവസരം കൊടുക്കാതിരിക്കാം, ക്രോസുകളൊക്കെ ഹെഡ് ചെയ്ത് വിടാം. അത് നോർവേക്കെതിരെയും അത് വിജയകരമായി നടപ്പിലാക്കിയപ്പോൾ അവർ വിചാരിച്ചു, ഓക്കെ ഇനി എന്ത് ഇത് അർജന്റീനയെ കൊണ്ട് സാധിക്കുമോ? ഇതൊന്നും ഇല്ല. അത് ഗോൾ അടിച്ച അതിനു മുമ്പുള്ള മത്സരങ്ങളിലൊക്കെ നോക്കുവാണെങ്കിൽ ഒരല്പസമയം മാത്രമേ ഇങ്ങനെ അമിത പ്രതിരോധത്തിലേക്ക് പോയിട്ടുള്ളൂ. കുറച്ചു നേരമൊക്കെ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോഴും അവർക്ക് അറ്റാക്കിംഗ് ഔട്ട്ലെറ്റുകൾ ഉണ്ടായിരുന്നു, കൗണ്ടർ അറ്റാക്കിൽ അവർ മുന്നേറുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കണ്ടത് ഒരു ഗോൾ അടിച്ചപ്പോൾ അത് മതി എന്ന് ഉറപ്പിച്ച് പ്രതിരോധം മാത്രമായി പോയി, ഒരു കൗണ്ടർ അറ്റാക്ക് പോലും ഇല്ല. അപ്പൊ അർജന്റീനയ്ക്ക് പോലും ഇതൊന്നും ചിന്തിക്കേണ്ട വന്നില്ല. അവർക്ക് എല്ലാ അറ്റാക്കിംഗ് ഔട്ട്ലെറ്റുകളും ഉപയോഗിക്കാൻ സാധിച്ചു. വിങ്ങളിൽ കൂടെ ഒക്കെ ധൈര്യമായി ക്രോസ് ചെയ്യാൻ. കാരണം എന്താണ്, ഇത് ക്ലിയർ ചെയ്താൽ പോലും തിരിച്ച് അർജന്റീനയിലേക്കാണ് വരുന്നത്, എടുത്ത് മുന്നേറാൻ ഒരാളില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ എന്തുമാത്രം വേണം അറ്റാക്ക് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാം. അർജന്റീനയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസും അതിനൊരു കാരണമാണ്. വിഡ്ത്ത് കൂടുതൽ ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചു. അതിനനുസരിച്ചുള്ള റണ്ണുകളും പെനാൽറ്റി ബോക്സ് എൻട്രീസും ഒക്കെ നമ്മൾ കണ്ടു. നേരത്തെ പറഞ്ഞതുപോലെ, രാവിലെ പറഞ്ഞ മെസ്സി 9 ഡ്രിബിളുകളാണ് പൂർത്തിയാക്കിയത്. അതില് അധികവും സമ്മർദ്ദമില്ലാതെയാണ് ഡ്രിബിൾ ചെയ്ത് പോയത്. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയായിരുന്നു. ഇംഗ്ലണ്ട് ഇത് വിളിച്ചു വരുത്തിയ അപകടം തന്നെ, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതില് ആ മെസ്സിയുടെ ക്രോസിന്റെ കൃത്യത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അളത്ത് തളകിയിൽ വെച്ച ക്രോസ് ആയിരുന്നു. അത് തല വെച്ച് കൊടുക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതും വീക്കർ ഫുട്ടായ റൈറ്റ് ഫുട്ടിൽ നിന്ന് വന്ന രണ്ടാമത്തെ ക്രോസ്, അത് മനോഹരമായ ക്രോസ്. ഇംഗ്ലണ്ട് അമിത ആത്മവിശ്വാസത്തിൽ ചെന്ന് പെട്ടു എന്ന് പറയാം. റൈറ്റ്, ജോസഫ് സൂചിപ്പിച്ചല്ലേ, അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അവിടെ ഇംഗ്ലണ്ടിന് എന്നുള്ളതിൽ തർക്കമില്ല. ബിനീഷ്, നമ്മൾ ഈ സെമി ഫൈനലിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ആദ്യ സെമി ആവട്ടെ, ഫ്രാൻസ് സ്പെയിൻ, നമ്മുടെയും അല്ലെങ്കിൽ ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെയും ഒക്കെ പ്രവചനങ്ങളിൽ എഡ്ജ് കൂടുതൽ ഫ്രാൻസിനായിരുന്നു. പക്ഷേ ഫ്രാൻസ് മറികടന്ന് സ്പെയിനെത്തി. രണ്ടാം സെമിയിലും അതുപോലെ ഇംഗ്ലണ്ടിനായിരുന്നു കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നത് എല്ലാവരും. പക്ഷേ ആ ഇംഗ്ലണ്ടിനെ വീഴ്ത്തി അർജന്റീന അസാധ്യമായിട്ടുള്ള പ്രകടനം നടത്തി സെമിയിൽ. അങ്ങനെ ഈ ഫേവറേറ്റുകളല്ലായിരുന്ന സെമി ഫൈനലിലെങ്കിലും ഫേവറേറ്റുകളായിരുന്ന 2 ടീമുകൾ ഫൈനലിൽ ഏറ്റുമുട്ടുകയാണ്. ഈ 2 ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ 2 ശൈലികൾ, അതിന് യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക എന്നുള്ളതിനപ്പുറം തന്നെ ഈ വലിയ തോതിൽ അറിയുന്ന സുഹൃത്തുക്കളായിട്ടുള്ള 2 ടീമുകളാണ് ഒരു ലോക കിരീടത്തിന് ഏറ്റുമുട്ടുന്നത്. ലയണൽ മെസ്സിയുടെ ജീവിതം തന്നെ സ്പെയിനിലായിരുന്നു, ബാഴ്സലോണയിലായിരുന്നു ഏറിയ പങ്ക്. അപ്പോൾ അത്രമാത്രം മനോഹരമായി അവർ സംസ്കാരത്തെയും അവിടുത്തെ എല്ലാ കാര്യങ്ങളെയും വ്യക്തമായി ബോധ്യമുള്ള 2 ടീമുകളാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്.
എന്താണ് പ്രതീക്ഷിക്കുക ഈ ഹൈബ്രിഡ് ശൈലിയിലുള്ള സ്പെയിൻ്റെ ഇപ്പോഴത്തെ കളി അർജന്റീനയുടെ ഈ ശൈലിയുമൊക്കെ ഏറ്റുമുട്ടുമ്പോൾ എന്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം? ഞാനൊരു രസകരമായ ഒരു ഫാക്ട് പറഞ്ഞോട്ടെ. കാരണം ഇപ്പോഴേ ന്യൂട്രലായ ഫുട്ബോൾ പ്രേമികളൊക്കെ പറയുന്നത് അർജന്റീനയ്ക്ക് ഒന്ന് കിട്ടണം, എങ്കിൽ മാത്രമേ അവർ ഉണരൂ, എങ്കിൽ മാത്രമേ അവർ തിരിച്ചടിക്കുള്ളൂ, ഒരു കംബാക്ക്. സോ ന്യൂട്രൽ കാണികളൊക്കെ അർജന്റീനയുടെ കംബാക്ക് ആണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം മെസ്സി വേഴ്സസ് യമാൽ ഒരു പോരാട്ടം നടക്കാൻ പോവുകയാണ്. തലമുറകളുടെ മാറ്റുരക്കലാണ് നടക്കാൻ പോകുന്നത്. സോ ഒരു വലിയൊരു തമ്പുരാനും ഒരു ഇളമുറ തമ്പുരാനും തമ്മിലുള്ള ഒരു പോരാട്ടം. പക്ഷേ അർജന്റീനക്ക് ഇതുവരെ കളിച്ച പോലെ അത്ര എളുപ്പമായിരിക്കില്ല. കാരണം നമുക്കറിയാം സ്പാനിഷ് ടീമിന്റെ കഴിഞ്ഞ മത്സരത്തിലെ ആ മിഡ്ഫീൽഡ് ജനറൽ റോദ്രിയുടെ പ്രകടനം, അതേപോലെ തന്നെ ഡാനി ഓൾമോയുടെ പ്രകടനം, ഈ രണ്ടു പേരും വളരെ കീ പ്ലേയേഴ്സ് ആണ്. അത് ഒരാള് പ്രതിരോധത്തില് കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും, മറ്റേയാള് നല്ല പോക്കറ്റ് സ്പേസുകൾ കണ്ടെത്തി പുറകിലേക്ക് ഇറങ്ങി വന്ന് മുന്നോട്ട് പോയി പോക്കറ്റ് സ്പേസ് കണ്ടെത്താനും ഓൾമോന് സാധിക്കുന്നു. സോ ഒരു ഗോൾ നേടിക്കഴിഞ്ഞാലും കഴിഞ്ഞ മത്സരം ഇംഗ്ലണ്ടിനെ പോലെ ആയിരിക്കില്ല സ്പെയിൻ. അവർ ഗോൾ നേടിയാലും ഗോൾ നേടിയില്ലെങ്കിലും ബോൾ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യും, ബോൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ബോൾ എവിടെയും നിർത്താതെ ബോൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ബോൾ കിട്ടാതാകുന്ന അർജന്റീനയ്ക്ക് അതൊരു അല്പം ബുദ്ധിമുട്ടാകും. സോ ഇതുവരെ കളിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ശൈലിയിലുള്ള ടീമിനെയാണ് അർജന്റീന നേരിടാൻ പോകുന്നത്. പക്ഷേ എക്സെപ്ഷണൽ മെസ്സി ഫാക്ടർ എന്നൊരു ഘടകം അർജന്റീനയുടെ പക്കലുണ്ട്. മാത്രമല്ല അവരുടെ എക്സ്പീരിയൻസ് ബിഗ് മാച്ചസിൽ, പ്രത്യേകിച്ചിട്ട് ഞാൻ ഈ ഡേർട്ടി ഫുട്ബോൾ എന്ന് പറയും. ഡേർട്ടി ഫുട്ബോൾ എന്ന് വെച്ചാൽ നല്ല വാക്കാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നല്ല, അതായത് ഒരു ടൂർണമെന്റ് ആവശ്യമായ എന്തൊക്കെ ചേരുവകളാണ് ആവശ്യം, അതൊക്കെ ഈ എക്സ്പീരിയൻസ്ഡ് ആയ അർജന്റീനിയൻ ഫുട്ബോളിന് അറിയാം. എങ്ങനെ ഒരു കളിയുടെ ഗതി കൊണ്ടുപോകണം, വേഗത കൂട്ടേണ്ടത് കുറക്കേണ്ടത്, ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം. അതോടൊപ്പം തന്നെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പെനാൾട്ടി സമ്മർദ്ദ ഘട്ടങ്ങളിൽ അതിജീവിക്കാൻ കഴിയുന്ന ഒരു ടീം കൂടിയാണ് അർജന്റീന. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ, ആ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ, ആ സ്ട്രക്ചേർഡ് ആയ അർജന്റീനയ്ക്ക് അപ്പർ ഹാൻഡ് ഉണ്ടെങ്കിൽ പോലും ഇതേവരെ ഒരു ഗോള് മാത്രം വഴങ്ങിയിട്ടുള്ള ഒരു ടീമാണ് സ്പെയിൻ. മാത്രവുമല്ല പൊസഷണൽ ഫുട്ബോളിൽ മികച്ച ഫോമിലുള്ള ടീം. സോ രണ്ട് വ്യത്യസ്ത ശൈലിയിലുള്ള ഫുട്ബോൾ, ഒരു ബ്രില്യന്റ് ഫൈനലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ജോസഫ്, ഇപ്പോൾ ബിനീഷ് സൂചിപ്പിച്ച പോലെ ആ പൊസഷണൽ ഫുട്ബോൾ കൊണ്ട് നമ്മൾ ആ സെമി ഫൈനലിൽ കണ്ടു എന്തൊരു ഓട്ടമാണ് എംബാപ്പയൊക്കെ ഓട്ടിച്ചതെന്ന്. അതായത് ഈ അതിവേഗക്കാരനായിട്ടുള്ള എംബാപ്പെ ഇങ്ങനെ കിണഞ്ഞോടിയിട്ട് ഉണ്ടാകില്ല പന്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഈ ലയണൽ മെസ്സിയും അർജന്റീന ടീമിനും ഈ റോദ്രി എന്ന മിഡ്ഫീൽഡിലെ ആ മാസ്ട്രോയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ബ്രേക്ക് ചെയ്യാൻ കഴിയുക അർജന്റീനയുടെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ? ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഒരു മിഡ്ഫീൽഡ് ജനറൽ ആണ് റോഡ്രി. അദ്ദേഹം ഏറ്റവും അധികം ടാക്കിളുകൾ വിജയിക്കുന്നതിലും റിക്കവർ ചെയ്യുന്നതിലും ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അർജന്റീന നന്നായിട്ട് സെൻട്രൽ ഏരിയാസ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്ന ഒരു ടീമാണ്. ഇന്ന് നമ്മൾ അവരെ ക്രോസിലേക്ക് ഇംഗ്ലണ്ട് ഫോഴ്സ് ചെയ്യാൻ കാരണം തന്നെ അവർ പൊതുവെ സെൻട്രൽ ഏരിയാസിൽ കൂടെ അടിക്കുകളിൽ കൂടെ വരുന്ന അപൂർവമാണ് എന്നുള്ള ഒരു തത്വത്തിന്റെ പുറത്താണ്. ഇന്ന് മാറ്റിമറിക്കാൻ സാധിച്ചു. എന്നാലും അർജന്റീനയുടെ പൊതുവെയുള്ള ഒരു തന്ത്രം സെൻട്രൽ ഏരിയയിൽ കൂടെ തന്നെ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ റോഡ്രിയുടെ ഒരു ഇമ്പാക്ട്, അത് ശരിക്കും പ്രത്യേകിച്ച് ഈ പന്ത് റിക്കവർ ചെയ്തിട്ട് എത്ര വേഗതയിലാണ് സ്പെയിൻ ആ പന്ത് മാറ്റുന്നത് എന്നുള്ളതാണ്. പണ്ടത്തെ ടിക്കിടാക്ക് പോലെ ചെറിയ പാസുകളിൽ കൂടെ കളിച്ചു കയറി അങ്ങനെ ഉണ്ടാക്കുന്ന സ്പേസിനേക്കാൾ ഉപരി ഇപ്പോൾ അവർ ടിക്കിടാക്കയുടെ വേറെ ഹൈബ്രിഡ് സ്റ്റൈലി ഉപയോഗിക്കുന്നത് എതിരാളികളെ ടയേർഡ് ആക്കാനാണ്. അവര് വെറുതെ നിഴലിന്റെ പുറകെ ഓടുകയാണ്. കാരണം പന്ത് വേഗതയിൽ പൊസിഷനും മാറും, പന്തും മാറും. അതിനനുസരിച്ച് എല്ലാ താരങ്ങളും അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അതിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് റോഡ്രി തന്നെയാണ്. കാരണം റോഡ്രിയുടെ കയ്യിലാണ് ചുറ്റുമാണ് ഈ ടീം റിവോൾവ് ചെയ്യുന്നത്. അപ്പൊ റോഡ്രിനെ നിഷ്പ്രഭമാക്കാൻ പന്ത് കൊടുക്കാതിരിക്കുക എന്നുള്ള മാർഗമേ ഉള്ളൂ. പക്ഷെ പന്ത് റാഞ്ചി എടുത്തിട്ടാണ് റോഡ്രി കളി തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളത് എന്ന് മാത്രം ഫലവത്താവുമെന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ സപ്ലൈ പാസിംഗ് ലൈനൊക്കെ നോക്കുവാണെങ്കിൽ വിഷനൊക്കെ അതിമനോഹരമാണ്, അതിഗംഭീരമാണ്. ലൈൻ ബ്രേക്കിംഗ് പാസുകളിൽ ഒന്നാം സ്ഥാനം ചുമ്മാതല്ല. കാരണം അത് ഡിഫൻസിൽ നിന്ന് പന്തെടുത്ത് അറ്റാക്കിലേക്ക് പുള്ളി കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള മൂവ്മെന്റ് ഉണ്ട്. നമ്മൾ ഒയർസബാലും ഡാനി ഓൾമോയും ഒന്നും അത്രയ്ക്ക് ഗോൾ അടിക്കുന്നില്ല കമ്പയർഡ് ടു അതേഴ്സ് എന്ന് പറയുമ്പോഴും അവരുടെ മൂവ്മെന്റ് ആണ് അങ്ങനെയുള്ള പാസിന് എപ്പോഴും സ്പേസ് കൊടുക്കുന്നതും അതിനുള്ള ഒരു വിഷൻ കൊടുക്കുന്നതും. റോഡ്രിക്ക് പന്ത് കിട്ടുമ്പോൾ ഡിഫൻസിനെ സ്പീഡ് ചെയ്ത് ഇങ്ങനെയുള്ള ഏരിയയിൽ പന്ത് വരും എന്നുള്ളൊരു ധാരണയുണ്ട് ഒയർസബാലിനും ഓൾമോയ്ക്കും അതുപോലെ തന്നെ
ലമീൻ യമാലിനും എല്ലാം. നിക്കോ വില്യംസും ഫിറ്റായി. കഴിഞ്ഞ 2 മത്സരത്തിൽ നിന്ന് ബെഞ്ചിൽ നിന്ന് വന്നു. അപ്പോൾ ഫൈനലിൽ നിക്കോ വില്യംസിനെയും പ്രതീക്ഷിക്കാം. ഇനി രസകരമായ വേറൊരു കാര്യം, ഈ 2 ടീമുകളും 2 രാജ്യങ്ങളും സംസാരിക്കുന്നത് സ്പാനിഷ് ഭാഷയാണ്. അതെ, ലോകത്തില് ഏറ്റവും അധികം സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന 2 ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ കളിക്കളത്തിലെ തന്ത്രങ്ങളും അവർ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം സ്പാനിഷിലായിരിക്കും. അതുകൊണ്ട് ഇരു ടീമുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് വല്ലാത്തൊരു ഫാക്ടറാണ്. ഈ ഒരേ ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഇനി ഒരു വൈരത്തിൻ്റെ അംശം അവിടെ ഉണ്ടാകില്ല, സൗഹൃദത്തിൻ്റെ ഒരു അന്തരീക്ഷമാകുമെന്ന് പ്രതീക്ഷിക്കാം. ബിനീഷ്, ഒറ്റൊരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഈ 2 പരിശീലകരുടെയും രീതികൾ നോക്കുമ്പോൾ സ്കലോണിയുടെ നമുക്കറിയാം, അത് ഖത്തറിൽ മുതൽ നമ്മളിങ്ങനെ, അല്ലെങ്കിൽ സാമ്പളിക്ക് ശേഷം നമ്മൾ അർജന്റീനയെ കണ്ടു തുടങ്ങുമ്പോൾ അർജന്റീനയുടെ ഓരോ മത്സരങ്ങളും നമ്മൾ അനുഭവിക്കുന്നതാണ് സ്കലോണിയുടെ ആ മികവൊക്കെ. ഈ മത്സരങ്ങളിലും കണ്ടു. ക്രൈം ബേബി ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേച്ചർ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ക്രൈം ബേബി എന്ന് ഞാൻ പറയുന്നതല്ല, അർജന്റീന ടീമങ്ങൾ പറയുന്നതാണ്. അപ്പോൾ എന്താണ് ഈ 2 പരിശീലകരുടെ യുദ്ധത്തിൽ എന്താണ് തോന്നുന്നത്? ആരുടെ തന്ത്രങ്ങൾക്കാണ് കൂടുതൽ മേന്മയുണ്ടാവുക ഫൈനലിൽ? ഈ തന്ത്രപരമായ ഡിസിഷൻസ് നോക്കുമ്പോൾ സ്കലോണിയുടെയാണ്. കഴിഞ്ഞ മത്സരത്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഒന്നിനൊന്ന് മെച്ചമാണ്. മാത്രമല്ല, ആ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് വരുന്ന താരങ്ങൾ സൂപ്പർ സബായി ഗോള് കണ്ടെത്തുന്നു. സോ ഒരു മാച്ചിനെ മാറ്റി മറിക്കുന്ന രീതിയിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ, അത് ഈജിപ്ത് തൊട്ടായിട്ടുള്ള മത്സരം തൊട്ട് നോക്കിയാൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. മാത്രവുമല്ല, കൃത്യതയോടെ ആ ടീമിന്റെ പ്രത്യേകിച്ച് ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷമൊക്കെയുള്ള ടീമിന്റെ വരവില് ആ ടീമിന്റെ വേഗത കൂട്ടുന്നതും കുറക്കുന്നതും ഒക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. മറുവശത്ത് ഒരേ ശൈലിയിലുള്ള ഫുട്ബോൾ ആണ് കാണുന്നതെങ്കിൽ പോലും നേരത്തെ ജോസഫ് പറഞ്ഞ മാതിരി ടിക്കി ടാക്കയിൽ നിന്നും മാറിയിട്ട് ഒരു ഹൈബ്രിഡ് ഫുട്ബോൾ, അവിടെയാണ് സ്പെയിൻ വളരെ അപകടകാരിയായി മാറുന്നത്. കാരണം ഈ ഹൈബ്രിഡ് ഫുട്ബോൾ എന്ന് പറയുന്നത് അവർക്ക് പാസിംഗ് ഉണ്ട്. എതിർത്ത ടീമിന്റെ മനോവീര്യം കെടുത്താൻ സാധിക്കുന്ന ഒരു സാധനമാണ് കൂടുതൽ പന്ത് സ്വന്തം കാലിൽ വെക്കുക എന്നുള്ളത്. സോ അത് അവർ ചെയ്യുന്നതോടൊപ്പം തന്നെ പെട്ടെന്നുള്ള ട്രാൻസിഷൻ അറ്റാക്കിലേക്ക് മാറ്റാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അതിന് നമുക്കറിയാം യമാലിന്റെ ഇടപെടൽ വളരെയധികം പ്രകടമാണ്. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയത് യമാലും അതുപോലെ തന്നെ മെസ്സിയൊക്കെ വലതുവശത്താണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്ക് നോക്കിക്കാണാനുള്ള ഒരു ഭാഗ്യം കൂടി ലഭിക്കുകയാണ്. ഒരു തലമുറയെ കഴിഞ്ഞ് 2ാം തലമുറയിലെ ആള്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഉറ്റുനോക്കുന്നത് സ്പെയിൻ ഇതുവരെ ഒരു ഗോളിന് ഈ ടൂർണമെന്റിൽ പിന്നിട്ട് നിന്നിട്ടില്ല. പക്ഷെ മറുവശത്ത് അർജന്റീനയാണെങ്കിൽ പിന്നിട്ട് നിന്നിടത്തുനിന്നൊക്കെ തിരിച്ചു വന്ന് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അർജന്റീന പിന്നിട്ട് പോയാലും അവർക്ക് ഈ സ്ഥിതികൾ നല്ല പരിചിതമാണ്. പക്ഷെ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഈ ടൂർണമെന്റിൽ ഒരു ഗോളിന് പിന്നിട്ട് നിന്നിട്ടില്ല എന്നുള്ളതാണ്. സോ അഥവാ സ്പെയിൻ പിന്നിട്ട് നിന്നാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ വളരെ കൗതുകത്തോടെ നോക്കിക്കാണുന്നു. ഓക്കെ. താങ്ക് യു സോ മച്ച് ബിനീഷ് ആൻഡ് ജോസഫ് ഫോർ ജോയിനിങ്. എന്നാലും നമുക്ക് കൂടുതൽ സമയങ്ങൾ ഇനിയുണ്ട്. എന്നാലും ഈ ദിവസങ്ങൾ കിടക്കുകയാണ് ഫൈനലിന് വേണ്ടി. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇനിയും സംസാരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫുട്ബോളും ഒരു ചെറിയ ഇടവേളയിലേക്ക് പോവുകയാണ്. വളരെ വേഗത്തിൽ തിരികെ എത്താം. ഇടവേള. സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട നിബന്ധനകളെ തുടർന്ന് സാൻ ഫ്രാൻസിസ്കോയിലെ ലിവൈസ് സ്റ്റേഡിയത്തിൽ മറച്ച ആ ലിവൈസ് ലോഗോ തിരികെ എത്തി. മത്സരങ്ങൾ പൂർത്തിയായതോടെയാണ് ലോഗോ തിരികെ എത്തിയത്. പ്രതാപ് ജയലക്ഷ്മി ആ സ്റ്റേഡിയത്തിന് മുന്നിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കാണിക്കും. 2026 വേൾഡ് കപ്പ് ഫുട്ബോളിന് സാക്ഷ്യം വഹിച്ച സാൻ ഫ്രാൻസിസ്കോയിലെ ലിവൈസ് സ്റ്റേഡിയത്തിന് മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഫിഫ ചരിത്രത്തിൽ ഏറെ ഇടം പിടിച്ച ഈ സ്റ്റേഡിയത്തിന് പുറകിൽ ഒരു കഥയുണ്ട്. വളരെ പരസ്യരംഗത്തെ മാറ്റിമറിച്ച ഒരു കഥ. നമുക്ക് ആ കഥയിലേക്ക് പോവാം. 2026 വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഒരു രൂപ പോലും പരസ്യത്തിന് ചിലവഴിക്കാതെ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയ ബ്രാൻഡ് ഏതെന്ന് ചോദിച്ചാൽ അത് ലിവൈസ് എന്ന് പറയേണ്ടി വരും. ലിവൈസിന്റെ ഉടമസ്ഥതയിലുള്ള സാൻ ഫ്രാൻസിസ്കോയിലെ ബേ ഏരിയയിലുള്ള ലിവൈസ് സ്റ്റേഡിയം അതിന്റെ ബ്രാൻഡ് മറയ്ക്കാൻ ഫിഫ ആവശ്യപ്പെട്ടതോടുകൂടിയാണ് കാര്യങ്ങളുടെ തുടക്കം. തങ്ങളുടെ ലോഗോ ഒരു വെള്ള തുണി കൊണ്ട് മറച്ചതിന് ശേഷം ലിവൈസ് ചെയ്തത് മാർക്കറ്റിംഗ് രംഗത്തെ ഒരു പുതിയ തന്ത്രം തന്നെയായിരുന്നു.
എവിടെയെല്ലാം ലിവൈസിന്റെ ലോഗോയുണ്ടോ അവിടെയെല്ലാം വെള്ള തുണി കൊണ്ട് മറച്ചതിന് ശേഷം ലിവൈസ് തങ്ങളുടെ ലോകത്തെമ്പാടുമുള്ള സ്റ്റോറുകളിലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും വെള്ള തുണി കൊണ്ട് മറച്ച ലോഗോ പ്രശസ്തമാക്കി. അവിടെയും തീർന്നില്ല അവരുടെ പരസ്യതന്ത്രം. ഇതാ വേൾഡ് കപ്പ് ഫുട്ബോൾ എഡിഷൻ എന്ന പേരിൽ ഒരു പുതിയ ടീഷർട്ട് അവർ പുറത്തിറക്കിയിരിക്കുന്നു. അതിലും അവരുടെ ലോഗോ വെള്ള തുണി കൊണ്ട് മറച്ച രീതിയിലാണ്. ലിവൈസ് സ്റ്റേഡിയത്തിന് മുമ്പിലാണ് ഞങ്ങൾ ഇന്ന് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് മലയാളിയായ പ്രദീപാണ്. പ്രദീപ് ഒരു IT ജീവനക്കാരനാണ്. എല്ലാ ദിവസവും രാവിലെ പ്രദീപ് ഇതുവഴിയാണ് ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. പ്രദീപ്, ആ കാഴ്ചകളൊന്ന് പറയൂ. എന്തായിരുന്നു ലിവൈസ് സ്റ്റേഡിയത്തിൽ നിങ്ങൾ കണ്ട കാഴ്ച ആ സമയത്ത്? അതെ, ഞാൻ ഇതുവഴിയാണ് വർഷങ്ങളായിട്ട് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ. ഒരു ദിവസം അവിചാരിതമായിട്ട് ലിവൈയുടെ ലോഗോ ഒരു വെള്ള തുണി കൊണ്ട് മറച്ചിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതിനുശേഷമാണ് അതെന്താണെന്ന് അന്വേഷിക്കാനുള്ള ഒരു കൗതുകം ഉണ്ടായത്. അപ്പോൾ അത് ഫിഫയും ലിവയുമായിട്ടുള്ള ഒരു ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ അത് മറയ്ക്കാൻ ആവശ്യപ്പെട്ടെന്നും അതിൻ്റെ ഭാഗമായിട്ട് ലിവൈ അത് മറച്ചെന്നും. പക്ഷേ അവർ മറച്ചപ്പോൾ ആ ലോഗോ അതുപോലെ തന്നെ വെച്ചുകൊണ്ടാണ് അവർ മറച്ചത്. അത് അവരുടെ എല്ലാ സ്റ്റോറുകളിലും പിന്നെ അതേ സെയിം ലോഗോ യൂസ് ചെയ്യുന്നതായി കണ്ടായിരുന്നു. അത് വളരെ കൗതുകമായിട്ട് തോന്നി. വെള്ള തുണി വെച്ച് മറയ്ക്കുന്നത് കണ്ടിരുന്നു അല്ലേ? അതെ അതെ. ഓക്കെ. അത് കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ കളി കാണാൻ മുന്നേ വന്നിരുന്നോ? അതെ, ഞങ്ങൾ ലാസ്റ്റ് USA ബോസ്നിയ മാച്ച് കാണാനായിട്ട് ഇവിടെ വന്നിരുന്നു. അന്ന് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഈ വെള്ള തുണി കൊണ്ട് മറച്ചത് ലിവൈ എങ്ങനെയാണ് അത് അവരുടെ ബ്രാൻഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്തതും ലോകമെമ്പാടുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിച്ചതും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആളും ആരവവും ഒക്കെ തീർന്നു കഴിഞ്ഞിരിക്കുന്നു. സാൻ ഫ്രാൻസിസ്കോയിലെ ഈ ലിവൈസ് സ്റ്റേഡിയത്തിൻ്റെ ലോഗോ തിരിച്ചു വന്നിരിക്കുന്നു. പക്ഷേ വേൾഡ് കപ്പ് ചരിത്രത്തിൽ പരസ്യരംഗത്ത് ലിവൈസ് ഉണ്ടാക്കിയ ആ ഒരു ചരിത്രം എല്ലാ കാലവും നിലനിൽക്കും. ന്യൂസ് 18 കേരളത്തിന് വേണ്ടി സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും ലിവൈസ് സ്റ്റേഡിയത്തിൽ നിന്നും പ്രതാപ് ജയലക്ഷ്മി. അപ്പോൾ ഈ കാഴ്ചകളോടെ ഈ ഫുട്ബോളം പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം. നമസ്കാരം. ഫുട്ബോളം ഇൻ അസോസിയേഷൻ വിത്ത്